പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരെ വീണ്ടും ചാനൽ ആംനോസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ എടുക്കുന്ന തിയോളജി സംബന്ധമായ ഒരു വിഷയം. ശിഷ്യന്മാർ എല്ലാം വിട്ടവരോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചവരോ? ഈ വാക്യത്തെ അടിസ്ഥാനമായി ചില കാര്യങ്ങൾ വർത്തമാനകാലത്തെയും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളറിയാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ചരിത്രപരമായും തിയോളജിക്കലായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. ലോകം വരുന്നതാണെങ്കിലും പല രാജ്യങ്ങളും ഞാനും നിങ്ങൾക്ക് സന്ദർശിക്കുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാറില്ല, കാണാറില്ല, കേൾക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. ഒരിക്കൽ കൂടി സ്വാഗതം. ശിഷ്യന്മാർ കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശൈലിയിൽ ലളിതമായിട്ട് ചോദിക്കട്ടെ. ആദിമ മനുഷ്യന് ആദം, ആത്മ എന്ന് വെച്ചാൽ മണ്ണെന്നാണ്. മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് ആദം എന്നൊരു പേരല്ല, സംജ്ഞയല്ല, മറിച്ച് ഒരു പദമാണ്. ആത്മ, മേ ആത്മീഹും, ഹിന്ദി പദം ശരിയാണ്. എന്താകട്ടെ, ആദമും ഹൗവയും ആദ്യത്തെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ജനിച്ച മനുഷ്യനാണ് കായേൻ. സമ്പാദ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. എന്തുമാകട്ടെ, ഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞവന് കായേൻ എന്ന് പേരിട്ടു. പക്ഷെ കായീനും ഹാബേൽ ശ്വാസം എന്നാണ് അർത്ഥം. രണ്ടുപേരേ ഉള്ളൂ. ഇന്നത്തെ പോലെ വിദേശത്ത് പഠിക്കാൻ വിടാത്തതാണോ, ഷെയർ എന്നേക്കാൾ അനിയന് കൂടുതൽ കൊടുത്താൽ ഒന്നും അല്ലല്ലോ പ്രശ്നം. ഇതൊന്നും അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ലോകം വിശാലമായ അവർ മുമ്പിൽ കിടക്കുക. എന്നിട്ടും അവിടെ ഒരു ക്ലാഷ്, പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ മനുഷ്യനുള്ളപ്പോൾ തന്നെ ഉള്ള ക്ലാഷിലൊക്കെ ഉണ്ടാണ്. എന്ത് കിട്ടും? ചേട്ടൻ അത് ഇത്രയും കൊടുത്തു, അനിയൻ ഇത്രയും കൊടുത്തു, പെങ്ങൾക്ക് അത് കൊടുത്തു, അവനും ഇത്ര കൊടുത്തു, ഇവർക്ക് ഇത്ര കൊടുത്തു, എനിക്ക് എന്ത് കിട്ടും? ശ്രദ്ധിക്കുക, എൻ്റെ നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഇതെല്ലായിടത്തും ഉണ്ട്. ശിഷ്യന്മാരും ചോദിച്ചത് കർത്താവിനോട് ചോദിച്ചാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ബഹുവചനത്തിലാകട്ടോ. പത്രോസാണ് ഏത് കാര്യത്തിനും എടുത്തിയാടി ചോദ്യങ്ങൾ ചോദിക്കുക, അഭിപ്രായം പറയുന്നതൊക്കെ ആണെങ്കിലും ഇവിടെ ഏകപക്ഷീയമായിട്ടല്ല. ഞങ്ങൾക്ക് എന്ത് കിട്ടും? എൻ്റെ ചോദ്യം, എന്താണ് നാം കർത്താവിനെ പ്രതി ഉപേക്ഷിച്ചത്? എന്തെങ്കിലും ഉപേക്ഷിച്ചോ? തിരുവെഴുത്ത് പറയുന്ന പല കാര്യങ്ങളും അക്ഷരീയമായി ഉപേക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ വലിയ വായിൽ സാക്ഷ്യത്തിലും പ്രസംഗത്തിലൊക്കെ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഇന്നതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നുവെങ്കിലും സത്യത്തിൽ പൂർണ്ണമായി അത് ശരിയാണോ എന്നാണ് എൻ്റെ ചിന്ത. ആ ചിന്തയാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. അതിന് പകരം എന്ത് ലഭിക്കുമെന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ശ്രദ്ധിക്കുക, എന്ത് കിട്ടും എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞത് എന്തെല്ലാം ലഭിക്കും എന്നാണ് അങ്ങോട്ട് പറഞ്ഞത്. അതാണ് വ്യത്യാസം. തന്നെ അനുഗമിക്കാത്തവരോട് കർത്താവ് എന്തെങ്കിലും തരാമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്ക്, നിന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്ക് ഇന്നതെല്ലാം കിട്ടും, ആ നല്ല കാര്യം. എന്നാൽ അനുഗമിക്കാത്തവരോട് ഇതൊന്നും കിട്ടുകയില്ലെന്നും കർത്താവ് ഇന്ന കാര്യങ്ങൾ തരാമെന്നും കർത്താവ് പറഞ്ഞില്ല. അങ്ങനെ ഓഫർ നൽകിയിട്ട് തന്നെ അനുഗമിക്കാൻ കർത്താവ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓണം, ക്രിസ്മസ് തുടങ്ങിയ സീസണിൽ കമ്പനിക്കാരിറക്കുന്ന ഒരു പരസ്യം നിങ്ങൾ കണ്ടു കാണുമല്ലോ, അല്ലേ? ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഒന്ന് വാങ്ങിയെങ്കിൽ മാത്രമേ മറ്റൊന്ന് ഫ്രീ കിട്ടുള്ളൂ. ഇതുപോലെ കർത്താവ് പറഞ്ഞോ, എൻ്റെ പിന്നാലെ വന്ന ഇന്ന കിട്ടുന്ന ഓഫർ ഒന്നും നൽകിയില്ല. ദയവായി താഴ്മയും വിനയത്തോട് ഇന്നത്തെ ആത്മീയനെന്ന് അഭിമാനിക്കുന്നവരുടെ ഞാൻ പറയട്ടെ, പ്രത്യേകിച്ചും പുത്തൻകൂറ്റുകാരായ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും പഴയ പാസ്റ്റർമാരിൽ തന്നെ പുതുതായി രംഗത്ത് വന്നിരിക്കുന്നവരും പറയട്ടെ, പ്രോസ്പെരിറ്റിക്കാരനല്ല കർത്താവ്. ഇന്നതല്ല, എന്നെ നിങ്ങൾ അനുധാവനം ചെയ്താൽ ഇന്നതൊക്കെ തരാം, സ്ഥാനവും മാനവും പദവിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിത്യജീവനം തരാമെന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത് തരാമെന്നുള്ള ഓഫറിലല്ലല്ലോ കർത്താവിനെ അനുഭവിക്കേണ്ടത്. നിങ്ങൾ കർത്താവിനെ വെറുതെ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ പ്രോസ്പെറിറ്റി
തിയോളജിയന്മാർ 300, 400, 500 പേരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടത് നിത്യതയല്ല, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ. അതും വേണ്ടെന്ന് ഞാൻ പറയല. ഭൂമിയിൽ മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ, അത് നന്നായി ചെയ്യുക. ഈ ലോക ജീവിതത്തിൻ്റെ ജീവിതമല്ല നിത്യതയിൽ. ആത്മശരീരവും ഭൗതിക ശരീരം രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ജീവിക്കാൻ വേണം, ശ്വസിക്കാൻ വായു വേണം എന്നുള്ള ഭക്ഷണവും വസ്ത്രവും ഇതൊക്കെ ആവശ്യത്തിന് വേണം. എന്നാൽ ഇന്നത്തെ പ്രോസ്പെറിറ്റി, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ലൂസിഫർ മിനിസ്റ്റർ ചെയ്യുന്ന ഇവരോട് പറയട്ടെ, ഇന്നതെല്ലാം കർത്താവിനെ അങ്ങ് വെറുതെ വിശ്വസിച്ചാൽ മതി, നിങ്ങൾക്ക് ഇന്നതെല്ലാം കിട്ടും. അതല്ല സുവിശേഷത്തിന്റെ കാതൽ, അതല്ല സുവിശേഷത്തിന്റെ പ്രകാശനം. പെഡലി മലയാളത്തിലെ പെഡലി അല്ല കേട്ടോ, പെഡേലിയസ് എന്ന് വെച്ചാൽ ഗ്രീക്ക് പദത്തിന് പ്രകാശിപ്പിക്കുകയാണ്. അതിൻ്റെ വചനത്തിന്റെ നിർമ്മലതയിൽ പ്രസംഗിക്കുക എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത് ഞങ്ങളെല്ലാം വിട്ടു എന്ന്. ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ എനിക്ക് പത്രോസ് ഉപദേശിയോട് ചോദിക്കാനുണ്ട്. ഈ ചോദ്യത്തിനൊക്കെ ശേഷം, കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർപ്പിനും ശേഷം ഇവർ തമ്മിൽ ഭയപ്പെട്ടിരുന്നിട്ട് ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുക എന്നും പറഞ്ഞ് പത്രോസ് ആദ്യം പോയി. മുക്കുവന്റെ പ്രധാന സാധനം എന്ന് പറയുന്നത് വള്ളവും വലയാണല്ലോ. തൻ്റെ പണിക്കവൻ പോയി എന്ന് പത്രോസ് പറയുമ്പോൾ ഈ 3.5 വർഷം വിട്ടുപോയ സാധനം ഇപ്പോഴും നിലവിലുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ രക്തബന്ധങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും താൻ എൻ്റെ പഴയ പണിക്ക് പോവാന്ന് പറഞ്ഞു പോയി. ഈ 12 പേരിൽ യൂദാ തീർന്നുപോയി. ബാക്കി 11 പേരിൽ പലരും പിൻവാങ്ങിപ്പോയി എന്ന് തിരുവെഴുത്ത് ആധികാരികമായി പറയുന്നവനാണ് ഈ ചോദിച്ചത്. ഞങ്ങളെല്ലാം വിട്ടു, ഞാനും നിങ്ങളും എന്തെങ്കിലും പൂർണ്ണമായി വിട്ടോ? പണ്ടത്തെ CPM എന്ന സഭക്കാർ പറയുന്നത് വിവാഹം കഴിച്ചവരെ പോലെയും അനൗദ്യോഗികമായി ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അവഗണിച്ചുകൊണ്ട് അവർ ഭർത്താവിനെ തെക്കോട്ടും ഭാര്യയെ വടക്കോട്ടും കുട്ടികളെ കിഴക്കോട്ടും ഓടിച്ചു വിടുന്നതായിരുന്നു. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചവരാണ്. അതല്ല കർത്താവ് പറഞ്ഞത്. ഭാര്യയെ ഉപേക്ഷിക്കാനോ ഭർത്താവിനെ ഉപേക്ഷിക്കാനോ അക്ഷരിക അർത്ഥത്തിലല്ല. അപ്പോൾ ഞങ്ങളെല്ലാം വിട്ടു എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരെന്താ വിട്ടത്? വിട്ടവനാണെങ്കിൽ തിരിച്ചു പോയോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന തിരുവെഴുത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത്? ആരാണ് വിട്ടത്? ആരാണ് കളഞ്ഞത്? എന്തൊക്കെയാണ് അവർ ഉപേക്ഷിച്ചത്? എന്തെങ്കിലും ഒന്ന് പറയാമോ? ക്രിസ്തു നിമിത്തം ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ ആരെങ്കിലും ദൈവത്തെ പ്രതി നിത്യജീവന് വേണ്ടി എന്തെങ്കിലൊക്കെ കളഞ്ഞു? അതൊന്ന് ലിസ്റ്റ് തരാമോ? ആ കളഞ്ഞതിലേക്ക് പിന്മാറി പോയിട്ടുണ്ടോ ഇല്ലയോ? ശിഷ്യന്മാരുടെ ചോദ്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാനും നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ പെഡേലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശനം, അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്തി കാണിക്കുക, വിശാലമായി പൂർണ്ണ തോതിൽ വെളിപ്പെടുത്തുക എന്നുള്ളത്. ഇത് ചെറിയ ഉന്തുവണ്ടികളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായത് കേട്ടോ. ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഇതുള്ള പോലെ പുരാതന കാലങ്ങളിൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണല്ലോ അങ്ങനെ അർത്ഥം വന്നത്. ചെറിയ വണ്ടികളിൽ പച്ചക്കറികളും മറ്റു സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന കച്ചവടക്കാരൻ നടത്തുന്ന അർത്ഥത്തിലും ആ പദം ഉണ്ടായിരുന്നു. ഈ ഒരേ ഭാഷയിൽ തന്നെ പൗരാണിക കാലത്തും വർത്തമാന കാലത്തും ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അത് മലയാളത്തിനും ഉണ്ട്. അതിൽ ഉദാഹരണമാണ് ചെത്തുകാരൻ എന്ന് വെച്ചാൽ തെങ്ങി എത്തുന്നവൻ, പന എത്തുന്നവൻ ആയിരുന്ന അർത്ഥം. പിന്നീട് എൻ്റെ പഠന സമയങ്ങളിൽ ആള് ഭയങ്കര ചെത്താന്ന്, സ്റ്റൈലിഷ് ഫെലോ എന്നാണ്. നോക്കണം, ഒരേ പദം രണ്ടർത്ഥം ആശയം പോലെ എല്ലാ കാലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ പദമാണ്. അപ്പൊ പെഡേലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തെ അതിൻ്റെ യഥാർത്ഥ മൂല്യത്തോടെ അവതരിപ്പിക്കുക എന്ന്.
സുവിശേഷം ഒരു ഡെപ്പോസിറ്റാണ്, നിക്ഷേപമാണ്. പക്ഷെ അത് കച്ചവടച്ചരക്കല്ല. ഇന്നത്തെ പെന്തക്കോസ്തിലെ, അവിഞ്ഞു നാറിയ പെന്തക്കോസ്തിലെ, ന്യൂജനിലെ ഉപദേശിമാരോട് ഞാൻ പറയട്ടെ, സുവിശേഷം ഒരു ഡെപ്പോസിറ്റാണ്. പാറാത്തിക്ക് തിമത്തിയോസിനോട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിന്നിലുള്ള നിക്ഷേപം, ഉപനിധി, പാറാത്തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ രജിസ്റ്റർ ചെയ്ത സാധനങ്ങൾ സീല് വെച്ച് അയക്കുന്നത് പോലെ മുദ്രയിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സാധനം പോലെ പരിശുദ്ധാത്മാവെന്ന അച്ചാരം എന്നിലും നിങ്ങളിലും നിക്ഷേപമായി തന്നിരിക്കുന്നത് ഒരു നിശ്ചിത കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാനും പിന്നീട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനോ ഇല്ല അത് മാറ്റി പകരം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ വിൽക്കാനോ ഉള്ളതല്ല. എന്നിലുള്ള പരിശുദ്ധാത്മാവ്, ജീവന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ്, ആ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ എൻ്റെ അവസാനം വരെയും അത് എന്നിൽ തന്നെ വേണം. നിന്നിൽ തന്നിരിക്കുന്ന ഉപനിധി എന്ന നിക്ഷേപം മുദ്രയിട്ട് സൂക്ഷിക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നഷ്ടമാകാതെ സൂക്ഷിക്കേണ്ടത് നീയാണ്. എന്നിലുള്ള ഉപനിധി ഞാൻ സൂക്ഷിക്കണം, നിങ്ങളിലുള്ള ഉപനിധി നിങ്ങൾ സൂക്ഷിക്കണം. സുവിശേഷം ഒരു ഡെപ്പോസിറ്റ്, നിക്ഷേപമാണ്. പക്ഷെ അത് കച്ചവടത്തിരക്കല്ല. ഇന്നത്തെ എല്ലാ ഗോസ്പൽ പെന്തക്കോസ്റ്റും, ഫുൾ ഗോസ്പലും, ഹാഫ് ഗോസ്പലും, പൈന്റ് ഗോസ്പലും ഇങ്ങനെ 100 ഗ്രാമും 1 കിലോ എന്താണ് സുവിശേഷം എന്ന് അളന്നു കൊടുക്കുന്നതാണോ? എന്താ നിങ്ങളുടെയൊക്കെ ധാരണ? ഒരു ചർച്ച് മാത്രം ഫുൾ ഗോസ്പലിന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഫുൾ ഗോസ്പൽ അല്ലേ? പൂർണ്ണ സുവിശേഷ ദൈവസഭ അങ്ങനെ അവകാശപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു സഭയ്ക്കും കഴിയില്ല. പേരെന്തെങ്കിലും ഇടുന്നതിൽ എന്ത്, പേരെന്ത് കാര്യമെന്ന് പണ്ട് ഷേക്സ്പിയർ ചോദിച്ച പോലെ. അങ്ങനെയാണോ? പൂർണ്ണ സുവിശേഷത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ സഭ പൂർണ്ണ സുവിശേഷമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്നെങ്ങനെ? നിങ്ങളുടെ വിശ്വാസി ഇടയനെതിരെ കേസില്ലേ എറണാകുളത്ത് ഹൈക്കോടതിയിൽ? ആ പൂർണ്ണ സുവിശേഷമാണോ? അപ്പൊ നിങ്ങൾ സ്വയം പേരിടുന്നുണ്ട്, അത് മറ്റുള്ളവരാവാറുണ്ട്. യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരെ ക്രൈസ്തവർ, ക്രിസ്തീവിനെ അനുയായികൾ എന്ന നിലയിൽ ലോകം പേരിട്ടു. പെന്തക്കോസ്റ്റിന്റെ 1-ാം നൂറ്റാണ്ടിൽ, AD 1-ാം നൂറ്റാണ്ടിൽ 33 അല്ലെങ്കിൽ 35 AD 1-ാം നൂറ്റാണ്ടിലെ 35-ാം വർഷം, അക്യുറേറ്റ് അല്ല, ഏറെക്കുറെയാണ് വർഷം, മർക്കോസിന്റെ മാളികയിൽ ഉണ്ടായ പെന്തക്കോസ്താത്മാവ്, പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ അതിനെ വിശ്വസിക്കുന്നവരെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നു. ആരംഭ സമയങ്ങളിൽ 100 വർഷം ശരിയായിരുന്നെങ്കിൽ ഇന്ന് 100% പോലും പെന്തക്കോസ്തു സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ല. വീണ്ടും പറയുകയാണ്, സുവിശേഷം ഒരു നിക്ഷേപമാണ്, പക്ഷെ അത് കച്ചവട ചരക്കല്ല. അത് ചിലർ ഓപ്പൺ എയർ മീറ്റിങ്ങിന് വേണ്ടി ഭയങ്കര സ്റ്റേജും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് സുവിശേഷം പ്രസംഗിക്കും. ആളും പേരും കേൾക്കാതിൻ്റെ അടുത്ത് പോയി പ്രസംഗിക്കുന്ന വിദ്വാന്റെ മാത്രം ഫോട്ടോ ഫേസ്ബുക്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. കൂടെ പാടാനിരുന്നവരെ അറിയില്ല. ഇത് ഏകപക്ഷീയമായ ഏകാംഗ നാടകം പോലെയായിരുന്നു. ഇത് സുവിശേഷം ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനുള്ളതല്ല. സുവിശേഷം കച്ചവട തിരക്കല്ല എന്ന് വീണ്ടും പറയുക. അപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിന്റെ മാറിയിട്ട് അതിന്റെ തെറ്റിദ്ധാരണ കൂടെ പറയാം. രോഗസൗഖ്യത്തിന്റെ പേരിൽ പ്രാർത്ഥിച്ച് വെള്ളവും എണ്ണയും വിറ്റവരുണ്ട്. ഇവിടെ കോട്ടയം പട്ടണത്തിൽ തന്നെ ഉണ്ട്. ആ മഹാനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കൊണ്ട് കേട്ടോ. ഇതുപോലെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കാണാം. എനിക്കറിയാവുന്ന ഒരു കക്ഷിയുടെ കാര്യമാണ്. അത് അറിഞ്ഞവരുടെ ആ പുള്ളിയായിട്ടുള്ള ബന്ധമേ വിട്ടു. വർഷങ്ങൾക്ക് മുമ്പ് രോഗസൗഖ്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എണ്ണ കുപ്പിയിലാക്കി വിറ്റവരൊക്കെ ഉണ്ട്. അപ്പൊ കൺവെൻഷൻ നടത്തി, അതായത് ബ്ലസ് കോട്ടയം, ബ്ലസ് തിരുവല്ല, ബ്ലസ് അടൂർ എന്നൊക്കെ പറഞ്ഞ് 5 ലക്ഷം രൂപ, 4-5 പേർ ചേർന്ന് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് കൺവെൻഷൻ വെക്കും. എന്നിട്ട് സ്തോത്ര കാഴ്ച എടുപ്പിച്ച് ഉപദേശിക്കും, അതൊക്കെ അഡ്വർടൈസ്മെന്റും പബ്ലിക്കേഷനും ഇതെല്ലാം കൂടെ ചേർന്നിട്ടും കൺവെൻഷൻ നടത്തി പൈസ ഉണ്ടാക്കിയവര് ഉണ്ട് ഇവിടെ തിരുവല്ലായിലും കോട്ടയത്തും ഒക്കെ. കേട്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോകരുത്. ഇത് സുവിശേഷത്തെ കച്ചവടമാക്കുകയല്ലേ.
നാട്ടുകാർക്ക് സുവിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്കിഷ്ടമുള്ള ഒരാളെ, തങ്ങളുടെ പറയുന്ന കാര്യങ്ങളെ അതിനെ ഫോളോ ചെയ്യുന്ന ചുരുക്കം ചിലരെ അവർ കൂട്ടിവരുത്തി സ്ഥലമൊരുക്കി, സ്റ്റേജ് ഒരുക്കിയിട്ട് പ്രസംഗിച്ചു, ഇന്നത് പ്രസംഗിച്ചു. എന്നിട്ട് പട്ടണത്തെ അങ്ങ് അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരു വിദ്വാൻ എറണാകുളം പട്ടണത്തിൽ പോയി ഈ പറഞ്ഞ പേരിൽ കൺവെൻഷൻ വെച്ചിട്ട് എന്താ ചെയ്യുന്നറിയാമോ? പട്ടണത്തെ അങ്ങ് അനുഗ്രഹിച്ചിട്ട് തെർമോക്കോൾ കൊണ്ട് ഒരു പിശാചിന്റെ രൂപം ഉണ്ടാക്കിയത്. പിശാചിന്റെ രൂപം എങ്ങനെയാണെന്ന് പുള്ളിക്ക് എങ്ങനെ അറിഞ്ഞത് എനിക്കറിയില്ല. അങ്ങനെ ജീവിച്ചിരിപ്പോട്ട് ട്രിവാൻഡ്രത്ത് പോയി ചോദിക്കുകയായിരുന്നു. പിശാചിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് കൂട്ടത്തിലുള്ള ശിങ്കിടികൾക്ക് ബോധവും വിവരവും ഇല്ലാത്ത എറണാകുളം പോലെ വലിയൊരു പട്ടണത്തിൽ വലിയൊരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ഈ തെർമോക്കോളുള്ള പിശാചിനെ അവർ കാലുകൊണ്ട് ചവിട്ടി ഒന്ന് നശിപ്പിച്ചിട്ട് പറഞ്ഞു. ഈ എറണാകുളം പട്ടണത്തിൽ മെറൈൻ ഡ്രൈവിലോ എവിടെയാണോ ഇനി പിശാചില്ല. സത്യം പറയട്ടെ, കുറെ കാലത്തേക്ക് എറണാകുളം പട്ടണത്തിൽ പിശാചിനെ കാണാനേ ഇല്ലായിരുന്നു. പണ്ടത്തെ അമുലിന്റെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കുറെ കാലത്തേക്ക് എറണാകുളം പട്ടണത്തിൽ പിശാച് രഹിത പട്ടണം, ചിലയിടത്ത് കഴിഞ്ഞു വെച്ചില്ലേ, ഭിക്ഷാടകരഹിതം, ഭിക്ഷക്കാരെ ഇല്ലാതാക്കുന്ന സ്ഥലം എന്നൊക്കെ എഴുതി വെക്കുന്ന പോലെ പിശാച് രഹിത പട്ടണം. ഇനിയും ശ്രമിക്കാം. ഇവിടെ അനുഗ്രഹം വിളമ്പിയ വരുന്ന വിദ്വാനുണ്ടല്ലോ. ഇവിടെ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവരും അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമായി പമ്പാ നദി പോലൊക്കെ കൊഴിയൊഴുകി അവസാനം ഇവിടെ സുനാമി പോലെ വന്നില്ലേ 2018 അയ്യോ കോട്ടയത്തും തിരുവല്ലായിലും ഒക്കെ എന്തോ വെള്ളപ്പൊക്കമായിരുന്നു. നിങ്ങൾ ദൈവത്തെ കുറ്റം പറയരുത്. കാരണം ഇവിടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകി ഒഴുകി 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 പലരുടെ മൂക്കി പഞ്ഞു വെച്ചു. ചിലരെ നേരെ കിട്ടിയില്ല. ഓർക്കണം, ദൈവത്തെ നിങ്ങൾ പരിഹസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോ, പക്ഷേ നിങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ ദൈവത്തിന്റെ ഇമേജ് കൂത്തുകാഴ്ചയാക്കരുതെന്ന് പൗലോസ് പറഞ്ഞത് ഇത് തന്നെയാണ്. രോഗം ഭൂമിയിൽ മനുഷ്യണ്ടായ സമയം പോലുണ്ട്. രോഗസൗഖ്യത്തിന് തന്നെയാണോ കർത്താവ് വന്നത്? അല്ലല്ലോ. അങ്ങനെയെങ്കിൽ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞിരിക്കുന്ന വാക്യമൊക്കെ പൗലോസും തെറ്റാണ്, ഈ പൗലോസിന്റെ എഴുത്തും തെറ്റാന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ എണ്ണ വയ്ക്കുന്നതും സൗഖ്യമാക്കുന്നതൊന്നും അല്ല. കർത്താവ് ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പും ഏലിയാവും ഏലീശയും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യവത്തിന്റെ അപ്പത്തെ പെരുക്കിയിട്ടുണ്ട്. ഇതൊന്നും പുതുമയല്ല. യേശുക്രിസ്തു വന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല. യേശുക്രിസ്തു വന്നത് ലാസറെ മറ്റു മരിച്ചവരെ ഉയർപ്പിക്കാനല്ല. അതൊക്കെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ പാപികളെ രക്ഷിപ്പാൻ കർത്താവ് ഭൂമിയിൽ വന്നു എന്നുള്ളത് ഏവരും വിശ്വസിപ്പാൻ മതിയായ വചനമാകുന്നു. 1 തിമോഥെയോസ് 2:15. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനാവും. എന്നാൽ ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി. പ്രകൃതിക്ക് അവരുടെ മുമ്പിൽ, കാരണം യോസെഫ് എന്ന തച്ചന്റെ മകൻ, ഞങ്ങളുടെ അത്രയും വിദ്യാഭ്യാസവും ജ്ഞാനമൊന്നുമില്ലാത്ത ഇവൻ എങ്ങനെ ഇതൊക്കെ കിട്ടി എന്ന്. ഇവനാണോ മശിഹ? മശിഹ ഇവനല്ല. യഹൂദൻ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് ഞാൻ തന്നെയാണ് മശിഹ എന്ന് തെളിയിക്കാൻ വെള്ളം വീഞ്ഞാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ചില അടയാളങ്ങളായി യോഹന്നാൻ അതിനെ അത്ഭുതമായിട്ടുള്ള അടയാളമായി പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, യഹൂദന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടല്ല, മരിച്ചു ഉയർപ്പിക്കാൻ വേണ്ടിയില്ല, മറിച്ച് ഇതുവരെ ആരും ചെയ്യാത്ത മനുഷ്യന്റെ പാപത്തെ മോചിച്ച് മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഏറ്റവും നിന്ദ്യമായതും തീവ്രവാദികളെ മറ്റ് രാജ്യദ്രോഹികളെ കൊല്ലുന്നതാണ് ഈ ക്രൂശീകരണത്തെ സ്വീകരിച്ചുകൊണ്ട് മാനവരാശിക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങാൻ വന്നതാണ് ക്രിസ്തു. എന്നാൽ ഉപോത്ഘടകമായി ശുശ്രൂഷയിടയിൽ ചെയ്തത് താൻ അയക്കപ്പെട്ട മശിഹ, മാശഹ് എന്ന അഭിഷിക്തൻ എന്ന ഇബ്രായ പദമാണ്. താൻ ക്രിസ്തുവാണ്, അയക്കപ്പെട്ടവനാണെന്ന് ആ ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ കർത്താവോട് ചെയ്തത്. അപ്പം 1 തിമോഥെയോസിന്റെ
പുസ്തകം 2:15 പറയുന്നത് പാപികളെ രക്ഷിക്കാനായിട്ട് ഇതുവരെ ആരും വന്നില്ല. ഏലിയാവ് എലീശ ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്ത് യോർദാൻ പുതപ്പ് കൊണ്ടടിച്ചൊക്കെ പിളർത്തി ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, തെറ്റാണെന്നല്ല പറഞ്ഞത്. ഇന്നും ഇതൊക്കെ ആകാം. പക്ഷെ ക്രിസ്തു വന്നത് ഇതിനൊന്നും അല്ല. അതിനാൽ കർത്താവ് ഭൂമി വന്നത് ആരുടെയും കടബാധ്യത തീർക്കാനോ രോഗികളെ സൗഖ്യമാക്കാനോ മരിച്ചവരെ ഉയർപ്പിക്കാനോ അല്ല, മറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും രക്ഷിക്കപ്പെട്ടവർക്ക് ബോധം വരുത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നതെന്ന് ഏവരെ ഓർപ്പിച്ചുകൊണ്ട് ഈ ലൂസിഫർ മിനിസ്ട്രിയുടെ 1-ാം ഭാഗം, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ, ഞാനും നിങ്ങളും എന്താ വിട്ടത്? ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിൻപറ്റി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സുവിശേഷത്തിൻ്റെ പ്രകാശനം നമ്മളിൽ ഉണ്ടാകട്ടെ.